ഓ ഉമ്മയാണല്ലോ. മോളെ എത്ര ദിവസമായടാ കണ്ടിട്ട്. കല്യാണം കഴിഞ്ഞിട്ട് 2 മാസം കഴിഞ്ഞു. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് പരിപാടിയാണ്, ഒരു ഒഴിവുമില്ല. അതുകൊണ്ടല്ലേ. പിന്നെ എൻ്റെ വീട്ടിലേക്ക് എനിക്ക് നിൽക്കാൻ പൂതിയൊക്കെ ഉണ്ടാവില്ലേ? നാളെ ഞാൻ എന്തെങ്കിലും ഒഴിവുണ്ടോ നോക്കട്ടെ. ഇക്കാനോട് ചോദിച്ചിട്ട് ഞാൻ നാളെ അങ്ങോട്ടേക്ക് വരാൻ പറ്റുമോ നോക്കാം. എന്നാ ശരി കേട്ടോ അമ്മ, ഞാൻ കുറച്ച് തിരക്കിലായിട്ടാട്ടോ. എന്നാൽ ശരി, ഞാൻ വെക്കട്ടെ. അല്ല, ഒരു മിനിറ്റ്. ഓ ചേട്ടാ, വേഗം കട്ടായി കഴിഞ്ഞ്. ആരാ വിളിച്ചേ? അത് ഉമ്മയാണ് വിളിച്ചത്. എന്നോട് അങ്ങോട്ടേക്കൊന്ന് ചെല്ലാൻ വേണ്ടിയിട്ടാണ്. 2 മാസമായില്ലേ കല്യാണം കഴിഞ്ഞിട്ട്, അപ്പം അതുകൊണ്ട് ചെല്ലാൻ വേണ്ടി പറഞ്ഞതാണ്. അതിനിപ്പോ എന്താ, നീ വീട്ടിലേക്ക് പോയിക്കോ. 2 ദിവസം നിന്നിട്ടൊക്കെ വേണമെങ്കിൽ പോന്നാ മതി. അതൊന്നും വേണ്ട. എന്നാ പിന്നെ ഞാനും വരാം. എനിക്ക് കുഴപ്പമൊന്നുമില്ല 2 ദിവസം നിക്കണേല്. അതൊന്നും വേണ്ട. എന്തിനാണ് വെറുതെ ലീവൊക്കെ എടുത്തിട്ട് വരാൻ നിൽക്കണേ? ഞാൻ പോയിക്കോളാം. അല്ല, ലീവ് എടുക്കണമെങ്കിൽ ലീവ് എടുക്കാം, കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ നാളെ രാവിലെ പോയിട്ട് വൈകിട്ട് വരാം. ഞാനെന്നാ പോട്ടെ. നീ ഇപ്പൊ കുറച്ച് നേരമായിട്ടല്ലേ വന്നിട്ട്, അപ്പത്തേക്കും പോവുകയാണോ? ഒരു 2 ദിവസമൊക്കെ നിന്നൂടെ? പോട്ടെ, 2 ദിവസം, ഒരു ദിവസങ്ങളൊക്കെ നിന്നൂടെ? ഞാൻ നിക്കാനും കൂട്ടി വരണ്ടേ നിക്കാന്. എന്നാ പിന്നെ ഞങ്ങൾക്ക് മരുമോനും കൂടി കൂട്ടിക്കൂടായിരുന്നോ? ഞാൻ നിക്കാനോട് കൊറേ പറഞ്ഞു, മൂപ്പർക്ക് ലീവ് കിട്ടൂല അത്രേ. പിന്നെ അപ്പൊ അത് മാത്രല്ല, ഇക്കാക്ക് വന്നിട്ടുണ്ടെങ്കിലും ചിക്കനും മീനൊക്കെ ആയിട്ട് കൊറേ പണിയില്ലേ ഉമ്മക്ക് തന്നെ. ഇന്ന് തന്നെ ആണ്ടിയില്ലേ, ഞാൻ വന്നിട്ട് ഇപ്പൊ എന്താ ഉണ്ടാക്കിയത്? സാമ്പാറും ചോറും. മൂപ്പരും കൂടി ഉണ്ടായിരുന്നെങ്കിലോ? എന്താ മോളെ ഇപ്പൊ ഇങ്ങനൊക്കെ പറയുന്നത്? എനിക്കറിയണല്ലോ ഇവിടുത്തെ സ്ഥിതി. മരുമോൻ വന്നാല് എന്തെങ്കിലുമൊക്കെ കാട്ടി ഉണ്ടാക്കി കൊടുക്കൂലേ? തുടങ്ങി ഇമ്മനെ ദാരിദ്ര്യം പറയല്. എന്താണുമ്മ? എന്നാ മോക്ക് ചോറ് എടുത്തരാം. നമുക്ക് വേഗം പെട്ടെന്ന് പോവാന്ന് പറഞ്ഞല്ലേ, അമ്മ ചോറ് എടുത്തിട്ട് വരാം. എനിക്ക് ചോറ് വേണ്ടമ്മ, ഞാൻ അവിടെ പോയിട്ട് തിന്നോളാം. പിന്നെ പറയും, എന്താണ് അവിടുത്തെ വിശേഷങ്ങളൊക്കെ? അമ്മേനൊക്കെ നല്ല സ്വഭാവമാണോ? നേരത്തെ നിക്കല്ലേ? അമ്മ പറഞ്ഞ പോലെ വീട്ടിലത്തെ പണിയൊക്കെ ചെയ്യലുണ്ടാ? അവിടുത്തെ അമ്മ അങ്ങനെയൊന്നല്ല. അവിടുത്തെ അമ്മ എന്നെ ഒരു പണി ചെയ്യിപ്പിക്കില്ല. എന്നോട് നേരത്തെ എണീക്കാനേ പറയലില്ല. ഇപ്പത്തെ സ്നേഹം ഒന്ന് കുറച്ച് കഴിഞ്ഞാൽ ഉണ്ടാവും വിചാരിക്കണ്ട. എന്നെ കൊണ്ടാണ് ഇപ്പൊ ഇത്രക്ക് ഇങ്ങനെ സ്നേഹം. കുറച്ച് കഴിഞ്ഞാൽ അറിയാം. പെറ്റമ്മനെ മാതിരി ആരും സ്നേഹിക്കൂല. അങ്ങനൊന്നുമില്ല. കുറെ കഴിഞ്ഞാൽ ഈ സ്നേഹം അങ്ങനെ തന്നെ ഉണ്ടാവും. എനിക്ക് ഇവിടത്തെക്കാട്ടും ഇഷ്ടം അവിടെയാണ്. അവിടെ നമുക്ക് നല്ല സ്നേഹം. എന്നാ പിന്നെ ഈ ഇവിടെ ഇങ്ങനെ വീർപ്പ് മുട്ടിയിരിക്കണ്ട, നീ കെട്ടിയോണ്ട് വീട്ടിലൊക്കെ അങ്ങോട്ടൊക്കെ പോയിക്കോ. ഒന്ന് കാണാനുള്ള ആഗ്രഹം കൊണ്ട് വരാൻ വേണ്ടി പറഞ്ഞതാണ്. എനിക്ക് ആണായിട്ട് പെണ്ണായിട്ടിരിക്കാനല്ലേ ഉള്ളൂ. എന്റെ നോക്കാത്ത വർത്താനം പോലെ പോയി പറഞ്ഞത്. മനുഷ്യനില്ലാത്ത പൈസ ഒപ്പിച്ചിട്ട് കല്യാണം കഴിച്ചത് സന്തോഷത്തോടെ ഇരിക്കാൻ വേണ്ടിട്ട് തന്നെയാണ്, അല്ലാന്ന് പറയണില്ല. സന്തോഷത്തോടെ തന്നെ ഇരുന്നോ, ഞാനൊന്നും പറയണില്ല. ഇപ്പൊ പെറ്റമ്മനെ വേണ്ട. ചോറ് വേണമെങ്കിൽ ചോറൊന്ന് കഴിക്കാം. ഓ വേണ്ടായിരുന്നു. ഞാനൊരു തമാശ പറഞ്ഞതല്ലേ, എനിക്ക് ഭയങ്കര വിശപ്പ്. എന്നാ ചോറ് തിന്നിട്ട് പോവാം.